അടുത്തതായിട്ട് ഇഫ് എൽസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് സ്വിച്ചാണ്. സ്വിച്ചിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളൊരു സ്വിച്ച് എഴുതി തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ആദ്യം ഒരു വാല്യൂ കൊടുത്തിട്ട് പിന്നെയാണ് നമ്മൾ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എത്ര ചോയ്സ് വേണമെങ്കിലും കൊടുക്കാം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ 1 to 5 വരെയുള്ള നമ്പേഴ്സ് ആണ് എൻ്റർ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ആ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് വരണം. ONE 1 ആണ് ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് ONE എന്ന് വരണം. 2 ആണ് ഞാൻ എടുത്ത് വെച്ചാൽ എനിക്ക് TWO എന്ന് വരണം. ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഞാനിപ്പോൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 5 വരെയുള്ളതാണ് പ്രോഗ്രാമിലൂടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ 7 ആണ് കൊടുത്തതെന്ന് വെച്ചാലോ, അപ്പോൾ എനിക്ക് അവിടെ 7 ഞാൻ പ്രോഗ്രാമിൽ എഴുതിയിട്ടില്ലെങ്കിൽ എനിക്കപ്പോൾ അതനുസരിച്ച് അവിടെ റോങ് ചോയ്സെന്നോ അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ ആ പ്രോഗ്രാമിനെ സെറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സ്വിച്ച് കേസ് വെച്ചിട്ടുള്ള പ്രോഗ്രാം എഴുതണമെന്ന് നോക്കാം. അതിലാദ്യം HTML, ഹെഡ്, ടൈറ്റിൽ ഇതെല്ലാം വേണം. എന്നിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്യണം, ഹെഡ് ക്ലോസ് ചെയ്യണം. ബോഡി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ്. നമ്മളിവിടെ ഒരു വേരിയബിൾ കൊടുക്കുന്നത് വാല്യൂ 3 ആണ്.